ഫാമിലി ലിവിങ്ങിലാണ് നമ്മൾ ടി വി യൂണിറ്റ് വെച്ചിരിക്കുന്നത്. ഒരു 65 ടി വി യൂണിറ്റ് നമ്മളൊരു നമ്മുടെ ക്യൂരിയസും ഡിസ്പ്ലേ യൂണിറ്റ് പോലെ നമ്മളൊരു ഓപ്പൺ ഷെൽഫ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ബാക്ക് പാനലെല്ലാം നല്ല മാർബിൾ ഫിനിഷിങ് മൈക്ക് കൊടുത്തിട്ടുണ്ട്. ഫുൾ ഹൈറ്റിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഫുൾ ഹൈറ്റ് നമ്മൾ ഇതിൻ്റെ ആ ഫ്ലൂട്ടഡ് പാനൽ ഭംഗി കൂട്ടാൻ വേണ്ടി നമ്മൾ ത്രൂ ഔട്ട് ഇതിൽ സീലിങ്ങിലേക്കും കൊടുത്തിട്ടുണ്ട്. നമ്മൾ സോഫ ചെയ്തിട്ടുണ്ട്. ടോട്ടൽ സോഫ ചെയ്തിരിക്കുന്നത് ഒരു പ്രത്യേക തരം ഡിസൈനിലാണ് സോഫ ചെയ്തിരിക്കുന്നത്. ഈ സോഫ കണ്ടാൽ തന്നെ അറിയാൻ പറ്റും. ഈ ഒരു ഫാമിലി ലിവിങ്ങിനെ ഭയങ്കര ഭംഗി കൂട്ടാൻ ഈ സോഫ സഹായിച്ചിട്ടുണ്ട്. ഇതെല്ലാം നമ്മൾ തന്നെ മാനുഫാക്ചറിങ് യൂണിറ്റിൽ ചെയ്തതാണ്. ഞാൻ പറഞ്ഞു, നമ്മുടെ ലിവിങ്ങിൽ നമ്മളൊരു പാർട്ടീഷൻ ചെയ്തു. ആ പാർട്ടീഷന്റെ ഭംഗി നമുക്ക് മനസ്സിലാവുന്നത് നമ്മുടെ ഫാമിലി ലിവിങ്ങിലേക്ക് വരുമ്പോഴാണ്. ഫാമിലി ലിവിങ്ങിനെ മനോഹരമാക്കാൻ ആ പാർട്ടീഷൻ സഹായിക്കുന്നുണ്ട്. ഫാമിലി ലിവിങ്ങിൽ നിന്ന് നമ്മൾ നേരെ പോകുന്നത് പ്രയർ റൂമിലേക്കാണ്. ആ പ്രയർ റൂമിന്റെ വാള് നമ്മൾ ഹൈലൈറ്റ് ചെയ്യാനായിട്ട് നമ്മളൊരു പാനലിംഗ് ചെയ്തിട്ടുണ്ട്. ഒരു കസ്റ്റമൈസ്ഡ് വാൾപേപ്പറും ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഇങ്ങോട്ടേക്ക് കടക്കുമ്പോൾ നമ്മളെ പള്ളി പോലെ തന്നെയാണ് നമ്മൾ ഈ പ്രയർ റൂം സെറ്റ് ചെയ്തിട്ടുള്ളത്. കസ്റ്റമറുടെ സ്പെഷ്യൽ റിക്വയർമെന്റ് ആയിരുന്നു ഇങ്ങനെ തന്നെ വേണമെന്നുള്ളത്. ആളെന്താണോ പറഞ്ഞത് അതുപോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി 2 പാർട്ടീഷനാണ് കൊടുത്തതുകൊണ്ട് നമുക്ക് ഫാമിലി ലിവിങ്ങും ഡൈനിങ്ങും തമ്മിൽ നമ്മൾ പാർട്ടീഷൻ കൊടുത്തിട്ടില്ല. ഓവർ കൺജസ്റ്റഡ് ആവും എന്നുള്ളത് കാരണം നമ്മൾ പാർട്ടീഷനോ കാര്യങ്ങളോ ഒന്നും കൊടുത്തില്ല. പക്ഷേ നമുക്ക് സ്പേസ് കിട്ടിയപ്പോൾ നമ്മളൊരു ഡിസ്പ്ലേ യൂണിറ്റ്, ഒരു ഓപ്പൺ ഷെൽഫ് നമ്മളവിടെ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഡൈനിങ്ങിന് നമ്മൾ ത്രൂ ഔട്ട് ഫാമിലി ലിവിങ്ങിലുള്ള അതേപോലെ ത്രൂ ഔട്ട് നമ്മൾ ഡൈനിങ്ങിൻ്റെ മുകളിലായിട്ട് നമ്മളൊരു ലൂവർ ടൈപ്പ് സീലിങ്ങും ഫ്ലൂട്ടഡ് ടൈപ്പ് സീലിങ്ങും ചെയ്തിട്ടുണ്ട്.